കൊച്ചിയിൽ മെട്രോ നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടി തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇന്ന് രാത്രിയോടെ പരിഹാരമുണ്ടാകുമെന്നാണ് കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചത്. ചേരാനല്ലൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കും. മെട്രോ നിർമ്മാണത്തിൽ ജാഗ്രത പാലിക്കാൻ KMRL നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൽക്കാലം സ്റ്റോപ്പ് മെമ്മോ ഇല്ല എന്നും കളക്ടർ അറിയിച്ചു. ഇന്ന് ഒരു 6 ഡിവിഷനും പിന്നെ ചേരനൂർ പഞ്ചായത്തിന് വെള്ള ടാങ്കറുകളിൽ വെള്ളം അടിക്കാനുള്ള സംവിധാനങ്ങൾ KWA പിന്നെ മെട്രോ ചെയ്യുന്നുണ്ട്. അതേമാതിരി പൊട്ടി ഒരു ലീക്ക് ഉണ്ടല്ലോ, അത് ഒരു വൈകുന്നേരത്തേക്ക് റിപ്പയർ ആക്കാനുള്ള എല്ലാ ശ്രമവും എടുക്കുന്നുണ്ട്. സ്റ്റോപ്പ് മെമ്മോ അങ്ങനെ നമുക്ക് പോവേണ്ട, കോർഡിനേഷനിൽ പോകുന്നത് നല്ലതാണ്. മുബഷീർ പി അക്ബർ വീറുകളുമായി. മുബഷീർ, വലിയ പ്രതിസന്ധിയായിരുന്നു ആ പ്രദേശവാസികൾക്കുണ്ടായിരുന്നത്. ഇന്നലെ അവർക്കൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധിക്കുന്നത് കാണാമായിരുന്നു. ഇപ്പോൾ കളക്ടർക്കൊപ്പം കോൺഗ്രസ് നേതാക്കളെയും കണ്ടു. എന്താണ് ഇപ്പോൾ താൽക്കാലിക പരിഹാരമായി തീരുമാനിച്ചിരിക്കുന്നത്? ഇന്ന് രാത്രിയോടെ പൂർണ്ണമായ പരിഹാരം സാധ്യമാകുമോ മുബഷീർ? ഇന്ന് രാത്രിയോടുകൂടെ തന്നെ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക വ്യക്തമാക്കുന്നത്. ജില്ലാ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. വലിയ ടാങ്കറുകളിൽ ഈ പറയപ്പെടുന്ന 6ഓളം ഡിവിഷനുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. ഇന്നലെ അവിടെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതായിരുന്നു. കലൂർ, പാലാരിവട്ടം, തമ്മനം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് ഏകദേശം 1000-ലധികം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമായിരുന്നു ഇത്. ഈ മെട്രോയുടെ കാക്കനാട്ടേക്കുള്ള പുതിയ ലൈൻ നിർമ്മാണം നടക്കുന്ന മേഖലയിലായിരുന്നു കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടുന്നതും വലിയ രീതിയിലുള്ള ജലം പാഴായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതും. ആ ഒരു മേഖലയിലെ ജനങ്ങളുടെ കുടിവെള്ളം മുടങ്ങിപ്പോകുന്നു. ജനപ്രതിനിധികളും നാട്ടുകാരും കോൺഗ്രസിന്റെയൊക്കെ തന്നെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. റോഡ് ഉപരോധിച്ചിരുന്നു. അതിനെ തുടർന്ന് ജില്ലാ കളക്ടർ ആ ഒരു മേഖലയിലെത്തി വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പരിഹരിക്കുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഈ വലിയ കുടിവെള്ള ടാങ്കറിൽ ജലവുമായി എത്തുന്ന കുടിവെള്ള ടാങ്കറുകൾ പല ഇടങ്ങളിലേക്കും, കൊച്ചിയിലെ, കലൂരിലെ പല ഇടങ്ങളിലേക്കും കൊണ്ടുപോകുന്ന സമയത്ത് ചെറിയ പാതയായതിനാൽ കടന്നു പോകാൻ കഴിയാത്തൊരു പ്രയാസമുണ്ട്. അതുൾപ്പെടെ പരിഹരിച്ച് ചെറിയ വാഹനങ്ങളിലേക്ക് മാറ്റി അതത് മേഖലകളിലേക്ക് കുടിവെള്ളം എത്തിക്കുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകുന്നത്. അത് നടപ്പിലാകാത്ത പക്ഷം വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് കോൺഗ്രസും നാട്ടുകാരും ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നത്. കൊച്ചിയെ സംബന്ധിച്ച് ആദ്യമായിട്ടല്ല ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ഈ KNRCയുടെ ഉൾപ്പെടെ മെട്രോയുടെ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തികളിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കളക്ടർ നൽകിയിട്ടുണ്ട്. ഇനി അഥവാ അത്തരമൊരു പിഴവ് സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സ്റ്റോപ്പ് മെമ്മോ നൽകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത്തവണ നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല. ഈ പരിഹാര നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. സ്മൃതി. ശരി, മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.